Hi guys, welcome back to Adi Idi Behelam. So, നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നാളെ ഞങ്ങളുടെ ഫസ്റ്റത്തെ നിന്റെ ഹൈറ്റ് കൂടിയിട്ട് എനിക്ക് പിടിക്കാൻ പറ്റില്ല അച്ചു. ഓക്കെ, നാളത്തെ ഞങ്ങളുടെ ഫസ്റ്റത്തെ എന്താണ് ഡാൻസ് വർക്ക്ഷോപ്പാണ് ഒരുമിച്ചുള്ള. സോ എപ്പോഴും ഉള്ളത് പറയും ഒരുമിച്ചൊരു ഡാൻസ് വർക്ക്ഷോപ്പ് ചെയ്യാമെന്ന്. നമുക്ക് ഭയങ്കര മടി. അങ്ങനെ അവസാനം സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ എനിക്കിങ്ങനെ എൻക്വയറി വന്നു, നിങ്ങൾ എൻ്റെ കൂടെ ഡാൻസ് വർക്ക്ഷോപ്പ് ചെയ്യുമെന്ന്. ഈസ്റ്റ് ക്യാമ്പസിൽ SH കോളേജ് തേവര. അപ്പം നാളെ ഞങ്ങൾ ഒരുമിച്ചൊരു വർക്ക്ഷോപ്പ് ചെയ്യാൻ പോകുകയാണ് ഗൈസ്. അതിന്റെ ഇപ്പൊ സമയം എത്ര മണിയാണെന്നറിയോ? സമയം 1 മണി. ഇന്ന് ആക്ച്വലി നമുക്ക് കുറേ ടാസ്ക് ഉണ്ടായി, ഒരുപാട്. അത് കഴിഞ്ഞാൽ നന്ദു തട്ടിപ്പണിയെടുത്ത് ചത്തിരിക്കുക. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് നാളെ ദൈവമേ അവിടെ പോയിട്ട് എന്ത് ചെയ്യും. ഒരു 10 മണി വരെ ഞങ്ങൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഒരു പാട്ട് പോലും പ്ലാൻ ചെയ്തിട്ടില്ല നാളെ കൊറിയോഗ്രാഫിൻ്റെ. പിന്നെ കൊറിയോഗ്രാഫി വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ പുതിയ എന്താണ് പാട്ടിൻ്റെ പേര്? ചുട്ടമല്ലി. അതന്നെ, ചുട്ടമല്ലി. അയ്യോ, ഇപ്പൊ ട്രെൻഡിങ് സോങ് അല്ലേ ചുട്ടമല്ലി. ചുട്ടമല്ലിന്റെ സോങ് എടുത്ത് നമ്മൾ വിചാരിച്ചൊരു ബേസിക് സിമ്പിൾ കൊറിയോഗ്രാഫി, ലൈക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന, ലൈക്ക് പ്രൊഫഷണൽസിനല്ല, പെട്ടെന്ന് എന്താ പറയുക, ആഗ്രഹമുള്ളവർക്ക് പെട്ടെന്ന് പഠിച്ച് റീലൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു കൊറിയോഗ്രാഫി ഞങ്ങൾ പെട്ടെന്ന് സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ സമയം 1 മണി. 2 ദിവസമായി തുടങ്ങിയിട്ട് 2 ദിവസം. അതെ, അപ്പോൾ ഇനി അത് 2 പ്രാവശ്യം കൂടി കളിച്ച് നോക്കിയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ 1 പ്രാവശ്യം കൂടി കളിച്ച് നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. കാര്യം പിള്ളേരെ അവിടെ പോയിട്ട് ഞങ്ങൾ തെറ്റിക്കാൻ പാടില്ലല്ലോ. ഞാൻ എന്തായാലും തെറ്റിക്കും, ഗ്യാരണ്ടി. 2 പേരും തെറ്റിച്ചാൽ മോശമല്ലോ, ഒരാളെങ്കിലും കറക്റ്റായിട്ട് കളിക്കണ്ടേ. തെറ്റിക്കാൻ. അതെ, ബാക്കി നമുക്ക് നാളെ കാണാം. Hey guys, അപ്പോൾ നമ്മൾ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡാൻസ് ഒക്കെ പഠിച്ചു. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ, ഇനി പോയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് വർക്ക്ഷോപ്പ് ആണല്ലോ, അപ്പൊ ഞങ്ങൾ തന്നെ നോക്കട്ടെ. ഞങ്ങൾ AOSനെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളിനി അവിടെ പോയിട്ട് ബാക്കി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങള് ഒരാളെയും കൂടെ വിളിച്ചിട്ടുണ്ട്, ആരനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആരനെ എല്ലാം കവർ ചെയ്യും വർക്ക്ഷോപ്പിന്റെ. പക്ഷെ വർക്ക്ഷോപ്പിന്റെ ഫൈനൽ ഡാൻസ് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുള്ളൂ. ഓക്കെ, സോ വി റീച്ച്ഡ്. മലയാളത്തിൽ പറഞ്ഞപ്പോ എടാ നമ്മൾ എത്തിയടാ. 5 6 7 go 1 2 3 4 1 2 3 4 1 2 1 2. നമുക്ക് അറൗണ്ട് 50 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് വർക്ക്ഷോപ്പിന്, വിച്ച് ഈസ് വെരി ഓവർവെൽമിങ്. ബിക്കോസ് ഞങ്ങളുടെ ഫസ്റ്റത്തെ വർക്ക്ഷോപ്പാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത്ര ഓഡിയൻസ് പ്രതീക്ഷിച്ചില്ല. സോ ഇത്രയും കുറേ ആൾക്കാരുള്ളതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ്. ഞങ്ങൾ 2 ഡിവൈഡ് ചെയ്തൊരു 25 ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ 2 പേരും കൂടി സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. പിന്നെ എല്ലാവരും പെട്ടെന്ന് പഠിക്കുന്ന പിള്ളേരായിരുന്നു, ബിഗിനേഴ്സ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ പിക്ഡ് അപ്പ് എവറിത്തിങ് വെരി ക്വിക്ക്ലി.
പിന്നെ അച്ചുവിൻ്റെ കുറേ സ്റ്റുഡൻസ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ളപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നമുക്കും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക. ബിക്കോസ് അവർ സ്പെഷ്യലി നമുക്ക് നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാറി നിൽക്കുമ്പോൾ നമുക്കും ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് അത് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ ഡൗട്ടുള്ള പിള്ളേരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇൻഡിവിജ്വൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് പോയിട്ടാണ് നമ്മൾ കൊറിയോഗ്രാഫ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഫൈനൽ വീഡിയോ ആക്ച്വലി ഞങ്ങളൊരു ഷോർട്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ അത് ബുദ്ധിമുട്ടി ഇവിടെ വീണ്ടും അത് ഫുള്ളായിട്ട് ഇടാത്തത്. പിന്നെ ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഷോർട്ട് ഫുൾ കാണണം. ഞങ്ങളുടെ ഫുൾ ഡാൻസ് വീഡിയോ, പ്രോപ്പർ ഡാൻസ് വീഡിയോ ഞങ്ങളവിടെ ഷോർട്ടാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്, മറക്കാതെ കാണുക. ലിങ്ക് ഞങ്ങൾ താഴെ കൊടുക്കാം. പിന്നെ ഡാൻസ് പഠിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് പിള്ളേരായി. പിന്നെ ഫുള്ള് അവരുടെ അടുത്ത് എല്ലാവരെയും കൊണ്ട് ഞങ്ങൾ ആദ്യം കളിപ്പിച്ച് നോക്കി. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചു. വി വർ ആക്ച്വലി വെരി സർപ്രൈസ്ഡ്. പിന്നെ പൊതുവെ ഡാൻസ് വർക്ക്ഷോപ്സിൽ അങ്ങനെ തന്നെയായിരിക്കും, എന്നാലും ഞങ്ങൾക്കുമുള്ള ശീലമാണ് എല്ലാവരും ഒരുമിച്ച് കളിച്ചതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരായിട്ട് വിളിച്ച് കളിക്കാം. അപ്പോൾ ഈ ഡാൻസിൽ നമുക്ക് അവസാനം ഒരു പെയർ പോലത്തെ അല്ല, എന്നാലും ഒരു പെയർ പോലത്തെ ഒരു സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ പെയർ വൈസിനായാണ് ഞങ്ങൾ കളിപ്പിച്ച് നോക്കിയത്. അപ്പോൾ ഒരു 3 to 4 പേഴ്സിനെ ഞങ്ങൾ വിളിച്ചിട്ട് അവരെ കളിപ്പിച്ച് നോക്കും. ജസ്റ്റ് എന്തെങ്കിലും കറക്ഷൻസോ എന്തെങ്കിലും അവർ കളിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കും ആ ഒരു എന്താ പറയുക, ഗ്രൂപ്പിൽ കളിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു എനർജി ആയിരിക്കും. ഇനി ഒറ്റയ്ക്ക് വന്ന് കളിക്കാനാണ് എല്ലാവർക്കും ഇച്ചിരി മടി. അപ്പോൾ ഞങ്ങളെല്ലാവരും മനഃപൂർവ്വം മാറ്റി നിർത്തി ഇങ്ങനെ പെയർ വൈസ് ഞങ്ങൾ കളിപ്പിക്കും, സോ ദാറ്റ് അവർക്കൊരു ചമ്മൽ മാറാൻ വേണ്ടിയിട്ട്. അപ്പോഴും പിള്ളേരെല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് കളിച്ചു. ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്, പെയർ വൈസ് ഞങ്ങൾ കളിപ്പിച്ചതാണ് പിള്ളേരെ കൊണ്ട്. സോ ഓവറോൾ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തു എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഞങ്ങളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവർ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് പഠിച്ച് അവർ ഇത്ര പെട്ടെന്ന് നല്ലോണം കളിച്ചിട്ടുണ്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് പിള്ളേരും ഡാൻസ് കളിച്ച് കഴിഞ്ഞു. നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ മെയിൻ എനർജി എന്ന് പറയുന്നത് ഓഡിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഇവർ. ഇത് ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ നിൽക്കുന്നതാണ് ഗൈസ്. ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോണ്ടന്റ് ആരൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് ഓവർ ഇടുന്നത്. അച്ചു ഇവിടെ ഓൾറെഡി പഠിച്ച സ്റ്റുഡൻ്റാണ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അന്ന് അച്ചു വാസ് ദ ടീം. നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അച്ചു ഫ്ലവേഴ്സ് ടിവിയിൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. അന്ന് തൃശ്ശൂർ കിടക്കുന്ന ഈ കൊച്ച് ആ ഡാൻസ് ഇങ്ങനെ കണ്ടിട്ടാണ് ആരാണിത് എന്ന് തപ്പിക്കണ്ടുപിടിച്ച് എറണാകുളത്ത് വന്നത്. ലാസ്റ്റ് ഇപ്പോൾ ഒരുമിച്ച് ഇപ്പം ഞാൻ പറ്റുകയാണ്. ഓക്കെ, ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, പിന്നെ അച്ചു എൻ്റെ കൂടെ ഫ്രണ്ട് കുറേ ഡാൻസ് പഠിപ്പിച്ചു. ഞാൻ വന്നപ്പോൾ ഇവിടെ ഫസ്റ്റ് കുറച്ച് ഷൈ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ലൈക്ക് ഐ ഹാവ് എൻജോയ്ഡ് എ ലോട്ട് വെരി മച്ച് ആൻഡ് ഐ ആം ക്വൈറ്റ് ഷുവർ ദാറ്റ് ഈച്ച് വൺ ഓഫ് യു ഹാവ് ഡൺ ദാറ്റ്, ഈച്ച് വൺ ഓഫ് യു ഹാവ് എൻജോയ്ഡ് എ ലോട്ട്. ആൻഡ് നമ്മുടെ മെയിൻ സാറായ ബോണി സാറിന് ഫസ്റ്റ് തന്നെ താങ്ക് യു പറയുള്ളൂ, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ കണ്ടക്ട് ചെയ്തത്. ആൻഡ് ഐ ആം എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പിൻ്റെ പാട്ടാവാൻ പറ്റിയത്. അങ്ങനെ എല്ലാവരുടെയും നന്ദി പ്രകടനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവസാനമായിട്ട് ഒരു തവണയും കൂടെ ഡാൻസ് കളിക്കുന്നതാണ് ഗൈസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ഞങ്ങളുടെ ഫസ്റ്റ് വർക്ക്ഷോപ്പ് ഇത്ര സക്സസ്ഫുൾ ആക്കി തന്നതിന് ഹ്യൂജ് താങ്ക്സ് ടു SH കോളേജിലെ ഈസ്റ്റ് ക്യാമ്പസും. അതുമാത്രമല്ല ഈ ഓഡിയൻസ് അല്ല, നമ്മുടെ ഈ സ്റ്റുഡൻസ് തന്നെയാണ് അത് ഇത്ര സക്സസ്ഫുൾ ആക്കി തന്നത് ബിക്കോസ് ഓഫ് ദിയർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ദിയർ എനർജി.
അപ്പോൾ താങ്ക്സ് ടു യു ഓൾ ആൻഡ് വീണ്ടും നമുക്ക് കാണാം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ ഞങ്ങളുടെ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞു. ഇറ്റ് വാസ് അമേസിങ്. ഇവൻ പഠിച്ച കോളേജാണ് SH കോളേജ്. അപ്പോൾ ഇവൻ എപ്പോഴും പറയും SH കോളേജിൽ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ് എന്ന്. ബിക്കോസ് ഐ ഡോണ്ട് നോ ഫോർ സം റീസൺ അവരെ പഠിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് എപ്പോഴും പറയും. ശരിയാണ്. ലൈക്ക് ഞങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് എല്ലാവരും വന്ന് നിന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അതൊരു വെരി ബേസിക് ആയിട്ടുള്ള കൊറിയോഗ്രാഫി ആണെങ്കിലും എല്ലാവരും ലൈക്ക് നല്ല ഗ്രൂവിൽ നല്ല രസമായിട്ട് എല്ലാവരും ചെയ്തു. എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. അതെ, എൻജോയ് ചെയ്ത് എല്ലാവരും അടിച്ചു പൊളിച്ച്. എന്താ പറയാ, ഒരു ലൈക്ക് അയ്യോ അങ്ങനത്തെ ഒരു സാധനം ഇല്ലാണ്ട് എല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തപ്പോ നല്ല രീതിയിൽ സ്റ്റൈലൊക്കെ വന്നു. നല്ല അടിപൊളിയായിട്ട് വന്നു. എല്ലാവർക്കും ആദ്യം കുറച്ചു പേർക്കൊക്കെ കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം മാറുന്നല്ല. ഞങ്ങളെ കണ്ടപ്പോ ചമ്മലൊക്കെ പോയി. അതെ. അപ്പോ നിങ്ങളും ഇത് ട്രൈ ചെയ്യണം. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. നിങ്ങളും ഈ കൊറിയോഗ്രാഫി വളരെ സിമ്പിൾ ആണ്. നല്ലോണം ചെയ്യാൻ പറ്റുന്ന ഒരു കൊറിയോഗ്രാഫിയാണ്. വെരി സിമ്പിൾ ആയിട്ട്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്തോട്ട് നിങ്ങളത് ചെയ്തിട്ട് ഞങ്ങളെ ടാഗ് ചെയ്യണം. ഓക്കെ ഗൈസ്. അപ്പൊ ഇനി അടുത്ത വർക്ക്ഷോപ്പ് ഞങ്ങൾക്ക് വേഗം കിട്ടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കോളേജസിലോ എവിടെയെങ്കിലും നമുക്ക് വർക്ക്ഷോപ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഡു DM ഞങ്ങള് വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ടാറ്റാ.